ഗൈസ്, അപ്പോൾ നമുക്ക് ഇന്നും നമുക്കല്ല വിച്ചുവിന് ഇന്നും പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഒരുങ്ങി കെട്ടി അവരുടെ കൂടെ വന്നു. മെയിനായിട്ട് ഞാൻ ഫോട്ടോസും വീഡിയോസും എടുത്ത് കൊടുക്കുക അവർക്ക് പ്രോഗ്രാമിൻ്റെ. പിന്നെ അതിന് അവർ പ്രതിഫലം പൈസ തരാറില്ല, ഫുഡ് കിട്ടും. ഓക്കെ, അപ്പം കുറച്ച് 1 മണിയൊക്കെ ആയപ്പോഴാണ് വന്നത്. ഉച്ചയ്ക്കായിരുന്നു പ്രോഗ്രാം. അത്യാവശ്യം നല്ല പോസ്റ്റായിരുന്നു, വൈബൊന്നും ഇല്ലായിരുന്നു. അതായത് ആൾക്കാർ ഭയങ്കര കുറവായതുകൊണ്ട് വൈബില്ലായിരുന്നു. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടത് നല്ല വൈബുള്ളൊരു ഫാമിലിയായിരുന്നു. പക്ഷേ ഇത് ഫാമിലി വൈബില്ലായിരുന്നു. പക്ഷേ നമ്മളെല്ലാവരും ചേർന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് അത്. ഇത്ര പേരല്ല, എല്ലാവരും വേണം. ഇതിനകത്ത് കുറേ പേര് വരാനുണ്ട്. അപ്പോൾ ഇന്ന് 4 പേരേ ഉള്ളായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കസേരയൊന്നും ഇല്ലായിരുന്നു കേട്ടോ ഇരിക്കാനായിട്ട്. നമുക്ക് കസേരയൊക്കെ തപ്പിപ്പറക്കി പോവാണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് എൻ്റെ പൊന്നെ മാരക ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ ഭയങ്കര താമസിച്ചായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് പോയത്. 6 മണി വരെ ആൾക്കാർ വരുമെന്ന് പറഞ്ഞ്, പക്ഷേ ഞങ്ങൾ 3 മണിക്ക് ആയപ്പോഴത്തേക്കും കഴിക്കാനായിട്ട് പോയി. പക്ഷേ 3 മണിയായപ്പോൾ തന്നെ സാധനം തീർന്നായിരുന്നു. പിന്നെ അതിനകത്തുള്ളതെല്ലാം കൂടെ തട്ടിപ്പറക്കി എടുത്താൽ ഞങ്ങൾ കഴിച്ചത്. പക്ഷേ ഞാൻ കുറച്ച് റൈസ്, കുറച്ച് ചീനി, ചില്ലി ചിക്കൻ എല്ലാം തട്ടിപ്പറക്കി എടുക്കുന്നുണ്ട്. ചില്ലി ചിക്കനകത്ത് ഉള്ളി മാത്രമേ ഉള്ളൂ, ചിക്കനൊന്നും ഇല്ലായിരുന്നു. വെജിറ്റബിളും കറി എടുത്തു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. വിശന്നിരുന്നിട്ടാണോ എന്ന് അറിയാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എടുത്ത് പറയേണ്ടത് നമ്മുടെ ഈ ഈന്തപ്പഴത്തിൻ്റെ അച്ചാറുണ്ടായിരുന്നു. ചിരിയേ ഉള്ളായിരുന്നു. ഞങ്ങൾ അതെല്ലാം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞാൻ പിന്നെ ഒരു പൊറോട്ട എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ വന്നപ്പം തൊട്ടേ അവർ പറയുമായിരുന്നു ഫുഡ് കഴിക്കണം. അപ്പോൾ നമ്മുടെ കൂടെയുള്ള മനുഷ്യൻ വന്നില്ലായിരുന്നു. ചേട്ടൻ തിരുവനന്തപുരത്ത് നിങ്ങൾ വരണമായിരുന്നു, താമസിച്ചായിരുന്നു വന്നത്. അപ്പോൾ എല്ലാവരും കൂടെ വന്നിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇത്രയും ടൈം വെയിറ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഇവർ പറയുമ്പോഴേ നമ്മൾ കഴിക്കും. അപ്പോൾ അത്രയും ടൈം വെയിറ്റ് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഫുഡ് കിട്ടാത്തത്. അവർ കുറേ തവണ നിർബന്ധിച്ചത് കഴിക്കുന്ന കേട്ടോ. പക്ഷേ കിട്ടിയ ഫുഡിൽ ഞങ്ങൾ തൃപ്തരാണ്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഫുഡെല്ലാം ഞാൻ നല്ലപോലെ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് ഫുഡ് കഴിഞ്ഞിട്ടാണെങ്കിൽ ആളേ ഇല്ലാത്ത 6 മണി വരെ ടൈം പറഞ്ഞതുകൊണ്ട് ആരുമില്ലല്ലോ. അപ്പോൾ ഇവരെല്ലാവരും പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തായിരുന്നു. അപ്പോൾ വിച്ചു ഇടയ്ക്ക് പാടുന്നതിൻ്റെ ഇടയ്ക്ക് അവനൊന്ന് ചിരിച്ചു. അപ്പോൾ അത് ഞങ്ങൾക്ക് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ചിരി വന്നു. അതാണ് അവിടെ കണ്ടത് കേട്ടോ. ഞാൻ പിന്നെ കുറേ ഫോട്ടോസൊക്കെ എടുത്തു. അതിൻ്റെ ഇടയിൽ കുറേ മുത്ത് പോലത്തെ ഒരു സംഭവം കളഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ എടുത്ത് വെച്ചു കേട്ടോ. നമ്മുടെ വണ്ടിക്കകത്ത് കിച്ചനായിട്ട് ഇടാനായിട്ട്. പിന്നെ പാട്ടൊക്കെ ഇട്ടത്തേക്ക് ഞങ്ങൾ ചുമ്മാ തുള്ളിയൊക്കെ ആയിരുന്നു. പിന്നെ ഹസ്കി ഡാൻസ് കളിച്ചു. പക്ഷേ ഒന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല. പിന്നെ അവ പ്രാക്ടീസ് ചെയ്ത് തകർക്കുന്നുണ്ട് ഗൈസ്. പിന്നെ ഞങ്ങൾ പോസ്റ്റ് ആണെങ്കിലും ഞങ്ങൾ ഉച്ചർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞാനും മനുഷ്യൻ്റെ വൈഫും കൂടെ. ബാക്കിയെല്ലാം പാട്ട് പാടാനുള്ളവരാണ്. ഞാനും മനുഷ്യൻ്റെ വൈഫും. കൊച്ചു മാത്രമേ ഉള്ളൂ പാട്ട് പാടാത്തത്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങി പൈസയൊക്കെ മേടിച്ച് ഇറങ്ങി പോയി തിരിച്ച് വന്നതാണ്. ഒരു ചെയിൻ സോങ് പാടാനായിട്ട്, മായ ചേച്ചീനെ ഡാൻസ് കളിക്കാനായിട്ട് അവിടെ നിന്ന് വിളിക്കുന്നത്. എന്നെയും മായ ചേച്ചി കാണാൻ ഒരുപോലെ ഉണ്ട്. എല്ലാവരും പറയാറുണ്ട് ഞങ്ങൾ ഒരേപോലെ ഇരിക്കുകയാണെന്ന്. പിന്നെ ഞങ്ങൾ കുറച്ച് ഡാൻസൊക്കെ അവിടെ നിന്ന് കളിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു 6 മണിയായി ഇറങ്ങിയത്. അത് കഴിഞ്ഞ് നമുക്ക് കുറച്ച് സാധനമൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. നേരെ ഇവിടെ അവസ്ഥയിലോട്ട് വന്നു. അപ്പം അവയിൽ സ്ട്രൈക്കർ കണ്ടിട്ട് അവനത് വേണമെന്ന് പറഞ്ഞു. വീട്ടിൽ കുറേ ഇരിപ്പുണ്ടെങ്കിലും അവനത് വേണം. ഞാൻ നന്നായിട്ട് ക്ഷീണിച്ചോട്ടെ. വീട്ടിൽ ചെന്നൊന്ന് കിടന്നാൽ മതി എന്നുള്ളതായിരുന്നു. പിന്നെ നമുക്കൊരു ഷീറ്റ് വേണമായിരുന്നു, ടേബിൾ ഷീറ്റ്. അപ്പോൾ ഈ ഉടുപ്പ് കൊള്ളാമല്ലേ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അവൻ കത്തി വെച്ച് അവൻ്റെ ഉടുപ്പ് കീറാൻ നോക്കിയതാണ്. കുരുത്തക്കേടല്ലാതെ കയ്യിലൊന്നുമില്ല. പിന്നെ വീട്ടിലേക്ക് ഒരു ചായച്ചരിവും പിന്നെ അരിപ്പ വാങ്ങണമായിരുന്നു. പിന്നെ അത് വാങ്ങി. പിന്നെ അമ്മയ്ക്ക് ഒരു കൊലുസ് വാങ്ങണമായിരുന്നു. അത് നോക്കി, പക്ഷേ ഞങ്ങൾ എടുത്തില്ല. കാരണം അമ്മയ്ക്ക് ചെറുതാണ് വേണ്ടത്. അവിടെ ചെറുതില്ലാതെ. പിന്നെ പോകുന്ന വഴിക്ക് പ്ലം കേക്കും ലൈമും മേടിച്ചു. എൻ്റെ ഫേവറേറ്റ് ആണ് പ്ലം കേക്ക്. എനിക്ക് ക്രീം കേക്കിനോട് വലിയ താല്പര്യമില്ല. പ്ലം കേക്ക് എത്ര കിട്ടിയാലും കഴിയും. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.